ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ പ്ലസ് ടുവിലെ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് വീണ്ടും റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നും എഴുതി പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കി പോകാം. അപ്പം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കുമ്പം ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് ഇക്വലൻസ് റിലേഷൻ. നമുക്കൊരു സെറ്റ് എ ഉണ്ടാവും. എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ ആർ. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് ഒരു സെറ്റ്, ആ സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ. ഈ റിലേഷൻ ആറിനെ നമ്മൾ എപ്പോഴാണ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്? ആ റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുമ്പോഴാണ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ പറഞ്ഞു എ എന്ന് പറയുന്ന സെറ്റിലാണ് ആർ എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. അതായത് ഈ എ എന്ന് പറയുന്ന സെറ്റിലെ ഏതൊരു എലിമെൻറ്റിനെ എടുത്താലും ആ എലിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനൊരു ഓർഡർ പെയർ റിലേഷൻ ഉണ്ടാവണം. നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർഡർ പെയർസിൻ്റെ കളക്ഷനാണ്. ആ ഓർഡർ പെയർസിൽ ആരൊക്കെ കാണും നിർബന്ധമായിട്ടും റിലേഷൻ റിഫ്ലെക്സീവ് ആകണമെങ്കിൽ ഏത് എലിമെൻറ്റ് എയിൽ എടുത്താലും ആ എലിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എ എന്ന് പറയുന്ന എലിമെൻറ്റ് ആറിൽ കാണണം. അപ്പം എ എന്ന് പറയുന്ന സെറ്റിൽ 1 എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 1 1 എന്ന് പറയുന്ന ഓർഡർ പെയർ ആറിൽ ഉണ്ടാവണം. എയിൽ 2 ഉണ്ടെങ്കിൽ 2 2 എന്ന് പറയുന്ന എലിമെൻറ്റ് ആറിൽ ഉണ്ടാവണം. ഈ രീതിയിലുള്ള റിലേഷനാണ് നമ്മൾ റിഫ്ലെക്സീവ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു റിലേഷൻ എപ്പോഴാണ് സിമെട്രിക് എന്ന് പറയുന്നത്? ഇവിടെ രണ്ട് എലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട്, എയും ബിയും. നമ്മൾ എയിൽ നിന്ന് എ ബി രണ്ട് എലിമെൻറ്റ്സ് എടുത്താൽ ഇവിടെ കണ്ടീഷൻ വരുന്നത് എ ബി എന്ന് പറയുന്ന ഓർഡർ പെയർ ആറിലുണ്ടെങ്കിൽ അത് തിരിച്ചിടുന്ന ഓർഡർ പെയർ ബി എയും ആറിൽ ഉണ്ടാവണം. അപ്പം എ ബി എന്ന് പറയുന്ന എലിമെൻറ്റ് ആറിലുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന എലിമെൻറ്റ് ആറിൽ ഉണ്ടാവണമെന്നേ ഉള്ളൂ. എ ബി എന്ന് പറയുന്ന എലിമെൻറ്റ് തിരിച്ചിടുന്നതാണ് ബി എന്ന് പറയുന്ന എലിമെൻറ്റ്. ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു എ. അതായത് എയിൽ നിന്ന് എ ബി എന്ന് പറയുന്ന രണ്ട് എലിമെൻറ്റ്സ് സച്ച് ദാറ്റ് എ ബി ബിലോങ്സ് ടു ആർ ഉണ്ടെങ്കിൽ ബി എയും ആറിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ റിലേഷൻ സിമെട്രിക് എന്ന് പറയും. മൂന്നാമത്തതാണ് ട്രാൻസിറ്റീവ്. ഇവിടെ 3 എലിമെൻറ്റ്സ് വരുന്ന കേസാണ്. ഇവിടെ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ടെങ്കിൽ എ ബി എൻഡ് ചെയ്യുന്നത് ബിയിൽ, അടുത്ത ഓർഡർ പെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിൽ. അപ്പം എ ബിയും ബി സി ഈ രണ്ട് ഓർഡർ പെയർസ് ആറിലുണ്ട് എങ്കിൽ എ സി ആറിൽ ഉണ്ടാവണം. എ ബിയും ഈ എൻഡ് ചെയ്യുന്നതിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ രണ്ട് ഓർഡർ പെയർസ് നമ്മുടെ റിലേഷനകത്തുണ്ട് എങ്കിൽ ഈ എൻഡിൽ എടുക്കുന്ന ആൾക്കാർ എ സി എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണം. ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ എ സി ഉണ്ടായാൽ മതി. അങ്ങനെയുള്ള റിലേഷൻസിനാണ് നമ്മൾ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ആൾക്കാരില്ല എങ്കിൽ ഇങ്ങനെ ഒരാൾ നമ്മുടെ റിലേഷൻ ഉണ്ടാവണമെന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പം അതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയും. നമുക്ക് ഇവരുടെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണ്. ഇവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റിലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർഡർ പെയർസിൻ്റെ കളക്ഷൻ. ഈ ഓർഡർ പെയർസിലെ എലിമെൻറ്റ്സ് എല്ലാം എയിലെ ആൾക്കാരായിരിക്കും. ഇനി ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 ഉണ്ട്. റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 1 2 2 3 3 ഈ 3 ഓർഡർ പെയർസ് ഇതിലുണ്ടായാൽ മതി. അഡീഷണലായിട്ട് ആര് വേണമെങ്കിലും വരാം. ഫസ്റ്റായിട്ട് ഓർഡർ പെയർ 1 1, ഓർഡർ പെയർ 2 2, ഓർഡർ പെയർ 3 3 ഉണ്ടാവണം. അപ്പം ഈ റിലേഷൻ ഇവിടെ റിഫ്ലെക്സീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു കാര്യം പറയാനുള്ളത്, റിഫ്ലെക്സീവ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഡെഫിനിഷൻ വെച്ചിട്ടാണ്. അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ കൗണ്ടർ എക്സാമ്പിൾ കൊടുത്താൽ മതി. ഇത് ഏത് റിലേഷൻ ആണെങ്കിലും ഒരു റിലേഷൻ ഇത് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഡെഫിനിഷൻ എഴുതിക്കൊണ്ടാണ്. അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നൊരു കൗണ്ടർ എക്സാമ്പിൾ നമ്മൾ കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ
ഇത് ആണ്, റിഫ്ലെക്സീവ് ആണ്. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ഡെഫിനിഷൻ അങ്ങനെ എഴുതുവാണ്. അതായത് നമ്മൾ നോക്കി മനസ്സിലാക്കിയപ്പോൾ 1 1 2 2 3 3 ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളത് ആണ് എന്നുള്ളത് കൊണ്ട് ഡെഫിനിഷൻ വെച്ച് അങ്ങ് കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് എന്ത് എഴുതാം? എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഏതൊരു എലിമെൻ്റ് എടുത്താലും ആ എലിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഓർഡർ പെയർ റിലേഷൻ്റെ അകത്ത് ഉണ്ട്. അതുകൊണ്ട് ആറ് റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് റിഫ്ലെക്സീവ് അല്ലാത്തൊരു കേസാണ്. ഇവിടെ സെറ്റ് 1 2 3 ആണ്, റിലേഷൻ ഇതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 1 ഉണ്ടാവണം, 1 1 ഉണ്ട്. 2 2 ഉണ്ടോ? 2 2 ഇല്ല. അപ്പോൾ തന്നെ ഇത് റിഫ്ലെക്സീവ് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പം അല്ല എന്നുള്ളത് കാണിക്കാൻ എക്സാമ്പിൾ എഴുതിയാൽ മതി. 2 2 റിലേഷൻ്റെ അകത്തില്ല, therefore R is not റിഫ്ലെക്സീവ്. പിന്നെ അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. എങ്കിലും നമുക്ക് വെറുതെ നോക്കാം 3 3 ഇതിനകത്തുണ്ട്. എങ്കിൽ കൂടെ 2 2 ഇല്ലാത്തത് കൊണ്ട് റിഫ്ലെക്സീവ് ആവില്ല. അടുത്തത് നമുക്ക് സിമെട്രിക്കൽ ഒരു എക്സാമ്പിൾ നോക്കാം. A is equal to സെറ്റ് 1 2 3 തന്നെ ഇവിടെ ഒരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സിമെട്രിക് ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പം സിമെട്രിക്കിൻ്റെ ഡെഫിനേഷൻ എന്താ? സിമെട്രിക്കിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എ ബി ഉണ്ടെങ്കിൽ അത് തിരിച്ചിടുന്നത് ഉണ്ടാവണം എന്നാണ് സിമെട്രിക് പറയുന്നത്. പിന്നെ സിമെട്രിക് ആണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 1 2 ഉണ്ട്, 1 2 തിരിച്ചിട്ടാൽ കിട്ടുന്നത് 2 1 ഉണ്ട്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് ആയി. തിരിച്ച് 2 1 തിരിച്ചിട്ടാൽ 1 2 ഉണ്ട്, അത് ആയി. ഇനി 3 4 തിരിച്ചിട്ടാൽ 4 3 വേണം. 4 3 ഇതിനകത്തുണ്ട്, തിരിച്ചു 4 3 തിരിച്ചിട്ടാൽ 3 4 ഉണ്ട്. അപ്പം ഇവിടെ എല്ലാം സിമെട്രിക്ക് സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ 1 1 തിരിച്ചിട്ടാൽ 1 1 തന്നെയാണ്, അത് ഉണ്ട്. അപ്പം ഇവിടെ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി എന്ന് കാണിക്കാനായിട്ട് ബൈ ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് പറയാം? എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. എ ബി ആറിൻ്റെ അകത്തുണ്ട്, ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എ. എ ബി ഉണ്ട്, അതുപോലെ ബി എയും ഉണ്ട്. അതുകൊണ്ട് റിലേഷൻ ഈസ് സിമെട്രിക് എന്ന് പറയാൻ പറ്റും. ഇനി മറ്റൊരു സെറ്റ് എടുക്കുക, ആൽഫബറ്റ്സിൻ്റെ ഒരു സെറ്റ് എടുക്കുന്നത് എ ഈസ് ഈക്വൽ ടു സെറ്റ് എ ബി സി. ഇവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്ന റിലേഷൻ. ഇത് സിമെട്രിക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. എ തിരിച്ചിട്ടാൽ എ തന്നെ, അപ്പം അത് ഓക്കെ ആയി. എ ബി തിരിച്ചിട്ടാൽ ബി എ കിട്ടണം, പക്ഷേ ഇതിനകത്ത് ബി എ ഇല്ല. അപ്പം അവിടെ സിമെട്രിക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ബാക്കി ആരുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരാളെങ്കിലും അങ്ങനെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സിമെട്രിക് ആവില്ല. അപ്പം എ ബി ബിലോങ്സ് ടു ആർ ബട്ട് ബി എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. ഇത് ഡെഫിനിഷൻ ചെയ്യാം കേട്ടോ, ഇത് നമ്മുടെ കൗണ്ടർ എക്സാമ്പിളാണ്. അത് ഇതാണ്, എ ബി ആറിൻ്റെ അകത്തുണ്ട്, പക്ഷേ ബി എ ആറിൻ്റെ അകത്ത് ഇല്ല, therefore ആർ ഈസ് നോട്ട് സിമെട്രിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ട്രാൻസിറ്റീവ്. എ ഈസ് ഈക്വൽ ടു 1 2 3, ആർ ഈസ് ഈക്വൽ ടു, ഇതാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ട്രാൻസിറ്റീവ് എന്ന് വെച്ചാൽ? ട്രാൻസിറ്റീവ് എന്ന് വെച്ചാൽ എ ബിയും ബി സിയും ആറിലുണ്ട് എങ്കിൽ എ സി ആറിൽ ഉണ്ടാവണം. അപ്പോൾ ഈ എൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ് ഈ ഓർഡർ പെയർ എങ്കിൽ ആ രീതിയിലുള്ള ഓർഡർ പെയർസ് എടുത്താൽ ഈ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തിരിക്കുന്ന എലിമെൻറ്റ്സ് കൂടുന്ന ആൾ നമ്മുടെ റിലേഷനകത്ത് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആണെന്ന് പറയും. ഇവരുണ്ടെങ്കിൽ അത് ഉണ്ടായാൽ മതി, അതാണ് ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ റിലേഷൻ വന്നിരിക്കുന്നത്. ഇപ്പം 3 2 ആദ്യം എടുത്തു. 3 2 സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെൻറ്റ്സുമായിട്ട് നമുക്ക് നോക്കാം. 3 2 സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെൻറ്റ് 2 1 ആണ്. അപ്പോൾ 3 2 2 1 നോക്കുകയാണെങ്കിൽ അതിൻ്റെ എൻസിൽ നിൽക്കുന്നത് 3 1 അപ്പോൾ 3 1 എന്ന് പറയുന്ന എലിമെൻറ്റ് ഉണ്ടാവണം. 3 1 ഉണ്ട്, അപ്പം അത് ഓക്കെ ആയി. ഇനി 2 1 വെച്ച് നോക്കാം. 2 1 വെച്ച് നോക്കുമ്പോൾ 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ പേഴ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. 1 സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ പേഴ്സ് ഒന്നും ഇല്ല, അപ്പം അത് അതിനാൽ തന്നെ ട്രാൻസിറ്റീവാണ്. കാരണം ഇങ്ങനെ 2 പേരുണ്ടെങ്കിൽ ഇയാൾ ഉണ്ടായാൽ മതിയെന്നേ ഉള്ളൂ. അങ്ങനെ 2 പേരെ എടുക്കാറില്ലെങ്കിൽ അയാൾ ഉണ്ടാവണമെന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല.
അപ്പം അത് അതിനാൽ തന്നെ ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റും. അപ്പം ഇത് ട്രാൻസിറ്റീവ് ആണ്. ഇനിയും 1 സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെൻറ്റ്സ് ഒന്നുമില്ല. അതുപോലെ 3 നോക്കുകയാണെങ്കിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പം ഇത് ട്രാൻസിറ്റീവ് ആണ്. ഇനി ആണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. AB belongs to R ആൻഡ് BC belongs to R. അങ്ങനെയാണെങ്കിൽ ഇത് ചേരുമ്പോൾ വരുന്നത് AC എന്ന് പറയുന്നത് Rൽ ഉണ്ട്. For all A, B, C belongs to A. ഇത് ആറും ഇവരൊക്കെ ആറും ഇത് എയുമാണ്. എ എന്ന് പറയുന്ന എലമെൻറ്റ്സിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷനാണ് ഇത്. അപ്പം ഈ രീതിയിൽ തന്നെ ഡെഫിനിഷൻ എഴുതാനായിട്ട് ശ്രമിക്കുക. Therefore R is transitive. ഇനി ട്രാൻസിറ്റീവ് അല്ലാത്തൊരു കേസ് നോക്കാം. ഇവിടെ A is equal to 1 2 3 ആണ്. R is equal to ഓർഡർ പെയർ 1 2 2 1 2 2. ഇനി ഇവിടെ 1 2 ഉണ്ട്, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് എല്ലാം ഉണ്ടോയെന്ന് നോക്കാം. 1 2 ഉണ്ട്, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻഡിൽ വരുന്ന ആൾക്കാർ 1 1 എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിനകത്ത് ഉണ്ടാവണം. പക്ഷെ 1 1 എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിനകത്ത് ഇല്ല. അവിടെ തന്നെ ട്രാൻസിറ്റിവിറ്റി ഇല്ലാതെ ആയി. അതുപോലെ എല്ലാം ചെക്ക് ചെയ്യണം. അതുപോലെ 1 2 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു എലമെൻ്റ് ഉണ്ട് 2 2. അപ്പോൾ 1 2 2 2 നോക്കുകയാണെങ്കിൽ 1 2 ഉണ്ടാവണം. 1 2 ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. പക്ഷേ ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവാത്തത് കൊണ്ട് ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ രണ്ട് പേര് എങ്ങനെ അങ്ങനെ 2 പേരുണ്ടെങ്കിലും ആ മൂന്നാമത്തെ ആൾ ഇതിനകത്ത് ഉണ്ടാവണം. അപ്പം ഇത് ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. Therefore 1 2 belongs to R and 2 1 belongs to R, but 1 1 does not belongs to R. ഇത് രണ്ടും ഉണ്ട്, പക്ഷേ 1 1 എന്ന് പറയുന്നത് ഇല്ല. അതുകൊണ്ട് R is not transitive. അടുത്തത് ഡിറ്റർമൈൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഇക്വലൻസ് റിലേഷൻ. ഇവിടെ കുറച്ച് റിലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ റിലേഷൻസ് ഇക്വലൻസ് റിലേഷൻ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. 1 2 3 4 എക്സെട്ര 13 14, അതായത് 1 തൊട്ട് 14 വരെയുള്ള നമ്പേഴ്സാണ് നമ്മുടെ സെറ്റ് എയിൽ വരുന്നത്. ഇവിടെ റിലേഷൻ 6 നമുക്ക് ഓർഡർ പെയർ ആയിട്ടല്ല, ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ എലമെൻറ്റ്സ് ആരൊക്കെയാണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ റിലേഷൻ പറഞ്ഞിരിക്കുന്നത്? ഈ ഓർഡർ പെയർസ് എക്സ് വൈ എങ്ങനെയാണ് വരുന്നത്? എങ്ങനെ 3x - 5 = 0 ആവുന്ന രീതിയിൽ. അപ്പോൾ 3x - 5 = 0 ആവുന്ന രീതിയിലുള്ള ഓർഡർ പെയർസാണ് നമ്മുടെ റിലേഷനിൽ വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം 3x - 5 3x - 5 = 0 വരണം. അപ്പം 3 × 1 -3 3 × 1 3 ആണ്. 3 - 3 0 ആണ്. അപ്പോൾ 1 3 എക്സ് വൈ ആണ് ഓർഡർ പെയർ. അപ്പോൾ 1 3 ഓർഡർ പെയർ ആണ്. അപ്പോൾ 1 3 റിലേഷനിൽ വന്നു. പിന്നെ 3 × 2 -6 0 ആണെന്ന് നമുക്കറിയാം. നമ്മളങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. 3 × 2 6 6 - 6 0 ആണ്. അപ്പോൾ 2 6 എന്ന് പറയുന്നത് റിലേഷനിൽ വരും. ഇനി 3 × 3 -9 3 9 എന്ന് പറയുന്നത് റിലേഷനിൽ വരും. 3 × 4 12 ആണ്. -12 0. അപ്പോൾ 4 12 എന്ന് പറയുന്നത് റിലേഷനിൽ വരും. അടുത്തത് 3 × 5 -15 = 0 ആണ്. അപ്പോൾ 5 15 എന്ന് പറയുന്നത് റിലേഷനിൽ വരേണ്ടതാണ്. പക്ഷേ ആണോ? അല്ല. കാരണം ഓർഡർ പെയർസിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സ് ഒക്കെ നമ്പേഴ്സൊക്കെ സെറ്റ് എയിലുള്ളതായിരിക്കണം. പക്ഷേ ഇവിടെ 15 വന്നു. 15 സെറ്റ് എയിലുള്ളതല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് എഴുതിയാലും സെറ്റ് എയിലില്ലാത്ത ആൾക്കാരെ വെച്ചിട്ടുള്ള ഓർഡർ പെയർസ് കയറി വരും. അപ്പം ഇത്രയാണ് നമ്മുടെ റിലേഷനിൽ വരുന്ന ആൾക്കാർ. 1 3 2 6 3 9 4 12. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇനി ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റാണിത്. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ 1 1 ഉണ്ടാവണം, 2 2 ഓർഡർ പെയർ 2 2 ഉണ്ടാവണം, ഓർഡർ പെയർ 3 3 ഉണ്ടാവണം. അങ്ങനെ ഓർഡർ പെയർ 14 14 വരെയുള്ള ആൾക്കാർ ഉണ്ടാവണം നിർബന്ധമായിട്ടും. ആരെങ്കിലും ഒരാളില്ലെങ്കിൽ അപ്പോൾ റിഫ്ലെക്സീവ് അല്ലായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് 1 1 തന്നെ നമ്മുടെ റിലേഷനകത്ത് ഇല്ല. അപ്പം 1 1 does not belongs to R, therefore R is not a reflexive. ഇനിയും ഇക്വലൻസ് റിലേഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിഫ്ലെക്സീവ് അല്ല എങ്കിൽ ഇക്വലൻസ് റിലേഷൻ ആവില്ല.
റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇക്വലൻസ് റിലേഷൻ ആവുള്ളൂ. അപ്പോൾ റിഫ്ലെക്സീവ് അല്ലെങ്കിൽ തന്നെ ഇക്വലൻസ് റിലേഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ജസ്റ്റ് മെത്തേഡ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇവിടെ സിമെട്രിക് ആണോ 1/1 ആയിട്ട് ഓരോ എലിമെൻറ്റ്സ് എടുത്ത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 1 3 ഉണ്ട്, പക്ഷേ 1 3 തിരിച്ചിട്ടാൽ കിട്ടുന്നത് 3 1. 3 1 ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1 3 belongs to R, but 3 1 does not belongs to R. Therefore, R is not a symmetric. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ? 1 3 ഉണ്ട്, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റ് എലിമെൻ്റ് ഏതാ? 3 9. അപ്പോൾ 1 3യും 3 9 നമുക്ക് നോക്കാം. എൻഡിൽ വരുന്നത് 1 9. 1 9 എന്ന് പറയുന്ന എലിമെൻറ്റ് നമ്മുടെ ഈ റിലേഷനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ തന്നെ അത് ട്രാൻസിറ്റീവ് അല്ല. 1 3 and 3 9 belongs to R, but 1 9 does not belongs to R. Therefore, R is not a transitive. R is not an equivalence relation. അടുത്ത ക്വസ്റ്റ്യൻ, A is equal to set 1 2 3 4 5 6 relation given by ordered pair xy such that y is divisible by x. ഇവിടെ വന്നിരിക്കുന്ന റിലേഷൻ സെറ്റ് എയിൽ 1 തൊട്ട് 6 വരെയുള്ള എലിമെൻറ്റ്സ് ആണ്. ഈ എലിമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഓർഡർഡ് പെയർസ് ആണ് ഉണ്ടാക്കുന്നത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ എന്താ? y is divisible by x. y is divisible by x, അതായത് y-നെ x ഡിവൈഡ് ചെയ്യും. സെക്കൻഡ് എലിമെൻറ്റിനെ ഫസ്റ്റ് എലിമെൻറ്റ് ഡിവൈഡ് ചെയ്യും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, x ഡിവൈഡ്സ് y എന്ന് എഴുതാൻ പറ്റും. y ഈസ് ഡിവിസിബിൾ ബൈ x എന്ന് വെച്ചാൽ y-നെ x ഡിവൈഡ് ചെയ്യും. അപ്പം x ഡിവൈഡ്സ് y എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്കിത് എലിമെൻറ്റ്സ് ആക്കി ഇത് രണ്ട് രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഒന്ന് എലിമെൻറ്റ്സ് എഴുതി ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് നമുക്ക് എലിമെൻറ്റ്സ് എഴുതി എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓർഡർ പെയർസ് ഈ എയിലെ എലിമെൻറ്റ്സ് വെച്ച് നമ്മൾ ഉണ്ടാക്കണം. അപ്പം എലിമെൻറ്റ്സ് എങ്ങനെ വരും? 1 1, 1നെ 1 ഡിവൈഡ് ചെയ്യും. 2 2, 2നെ 2 ഡിവൈഡ് ചെയ്യും. 3നെ 3 ഡിവൈഡ് ചെയ്യും. അങ്ങനെ എത്ര എലിമെൻറ്റ്സ് വരെ വരും? 6 6 വരെ വരും. പിന്നെ 2നെ 1 ഡിവൈഡ് ചെയ്യും, 3നെ 1 ഡിവൈഡ് ചെയ്യും, 4നെ 1 ഡിവൈഡ് ചെയ്യും, 5നെ 1 ഡിവൈഡ് ചെയ്യും, 6നെ 1 ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 വെച്ച് ഇവിടെ ആരൊക്കെ ഡിവിസിബിൾ ആണെന്നുള്ളത് 1 2 1 3 1 4 1 5 1 6 അത്ര ആൾക്കാരാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 2 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണ്? 2 4 ഉണ്ട്, 2 6 ഉണ്ട്. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 3 6. ഇനി 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആരുമില്ല, 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. അപ്പം ഇത്ര എലിമെൻറ്റ്സ് ആണ് നമ്മുടെ റിലേഷനിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. 1 1 2 2 3 3 4 4 5 5 6 6 ഇത്രയും ആൾക്കാർ നമ്മുടെ റിലേഷനകത്ത് നിർബന്ധമായിട്ട് ഉണ്ടാവണം. അത്രയും ആൾക്കാരുണ്ട്. therefore റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. ഇനിയും 1 2 നമ്മുടെ റിലേഷനിലുണ്ട്, പക്ഷേ 2 1 ഇതിനകത്തുണ്ടോ? 2 1 ഇതിനകത്ത് ഇല്ല. അപ്പോൾ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. ഇവിടെ മറ്റൊരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. 1 5 റിലേഷനകത്തുണ്ട്, 1 5 റിലേഷനകത്തുണ്ട്, പക്ഷേ 5 1 റിലേഷനകത്ത് ഇല്ല. 5 1 റിലേഷനകത്ത് ഇല്ല. therefore R is not symmetric. അടുത്തത്, ഈ തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ? നമ്മൾ പറഞ്ഞു റിഫ്ലെക്സീവ് ആണ് എന്ന് കാണിക്കാൻ ഡെഫിനിഷൻ ഉപയോഗിച്ചു, അല്ല എന്ന് കാണിക്കാൻ കൗണ്ടർ എക്സാമ്പിൾ വെച്ചു. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 1 1 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെൻറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്കി. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 1 1 2. അപ്പം 1 2 എൻഡിൽ വരുന്നത് 1 2. 1 2 ഇതിനകത്തുണ്ടോ? 1 2 ഇതിനകത്ത് ഇത് തന്നെയാണ് 1 2. അപ്പോൾ 1 2 ഇതിനകത്തുണ്ട്. ഇനി 1 1 1 3 നോക്കുകയാണെങ്കിൽ 1 3 ഇതിനകത്തുണ്ട്. 1 4 നോക്കുകയാണെങ്കിൽ ഉണ്ട്, 1 5 1 6 നോക്കുകയാണെങ്കിൽ. 2 2
2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെൻറ്റ് വേറെ ഏതാ ഉള്ളത്? 2 4. അപ്പോൾ 2 2 2 4 നോക്കുകയാണെങ്കിൽ 2 4 ഇതിനകത്തുണ്ടോ എന്ന് നോക്കാം. 2 4 ഉണ്ട്. 2 2 2 6 വരുമ്പോൾ 2 6 ഉണ്ടോ എന്ന് നോക്കാം, അതുകൊണ്ട്. പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരും ഇല്ല, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ 3 6 മാത്രമേ ഉള്ളൂ, അപ്പോൾ 3 6 ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇനി 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരും ഇല്ല, അപ്പോൾ അവിടെ അത് ബൈ ഡിഫോൾട്ട് ട്രാൻസിറ്റീവ് ആണ്. ഇനി 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരുമില്ല, 6ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരുമില്ല. ഇനി 1 2 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 1 2 2 4 ഉണ്ട്. 1 2 2 4 ഉണ്ടെങ്കിൽ 1 4 ഇതിനകത്ത് ഉണ്ടാവണം. 1 4 ഇതിനകത്തുണ്ട്. ഇനി 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ആരാ? 1 2 2 6 ഉണ്ട്. 1 2 2 6, അപ്പോൾ 1 6 ഇതിനകത്ത് ഉണ്ടാവണം. 1 6 ഓൾറെഡി ഉണ്ട്. ഇനി 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ആരുമില്ല, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി 1 3 ആകുമ്പോൾ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ആരാണുള്ളത്? 1 3 3 6, അപ്പം 1 6 ഉണ്ടാവണം. 1 6 ഉണ്ട്. 1 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 1 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 5 5 ഉണ്ട്, അപ്പോൾ 1 5 ഓൾറെഡി ഇതിനകത്തുണ്ട്. ഒരു കാര്യമുണ്ട്, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ എലിമെൻറ്റ്സ് ഡബിൾ വരുന്ന എലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ട്രാൻസിറ്റീവ് ഏത് എലിമെൻറ്റിനെ ചെക്ക് ചെയ്താലും അത് ഓൾറെഡി അതിനകത്തുള്ള പോലെ നമുക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുമ്പം ഇങ്ങനത്തെ എലിമെൻറ്റ്സ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ എലിമെൻറ്റ്സുമായിട്ടുള്ള ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണമെന്നില്ല. ബൈ ഡിഫോൾട്ട് അത് അതിൻ്റെ അകത്ത് കാണും. അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇനി 1 6 സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെൻറ്റ് ഇതാണ്, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 6 ഓൾറെഡി ഉണ്ട്. പിന്നെ 2 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എലിമെൻറ്റ്സ് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 2 6 ആകുമ്പോൾ 6ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 3 6 ആകുമ്പോൾ 6ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് പറയാം AB belongs to R, BC belongs to R, implies AC belongs to R for all A, B, C belongs to A. ഇവിടെ ട്രാൻസിറ്റീവ് ആണ് എന്ന് കിട്ടി. പക്ഷെ ഇവിടെ സിമെട്രിക് അല്ലാത്തതുകൊണ്ട് ഇക്വലൻസ് റിലേഷൻ അല്ല എന്ന് ആൻസർ വരുള്ളൂ. ഇനി മുൻപ് പറഞ്ഞായിരുന്നു ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യാനുണ്ട്. ഒന്ന്, ഇതുപോലെ റിലേഷനിൽ വരുന്ന ആരൊക്കെയാണ് എന്ന് നോക്കി എഴുതാം, അല്ലാതെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സെറ്റ് ഒരു ഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഫൈനൈറ്റ് എലിമെൻറ്റ്സ് ഓർഡർ പെയർസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്കിതുപോലെ ഇൻഫൈനൈറ്റ് എലിമെൻറ്റ്സ് മെൻഷൻ ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ മനസ്സിൽ ആലോചിച്ച് അങ്ങ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പം അത് ആ ഒരു പ്രാക്ടീസിന് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഈ രീതിയിലൂടെ നമ്മൾ പ്രൂവ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് വെച്ചാൽ y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് y-നെ എക്സ് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ y-നെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? എക്സ് ഡിവൈഡ്സ് വൈ എന്ന് എഴുതാൻ പറ്റും. എക്സ് ഡിവൈഡ്സ് വൈ ആണ് വരുന്നത്. ഇനി ഒരു എലിമെൻറ്റിനെ അത് ഡിവൈഡ് ചെയ്യുമല്ലോ, ഏതൊരു എലിമെൻ്റ് എടുത്താലും അതിനെ ആ എലിമെൻറ്റിനെ ഡിവൈഡ് ചെയ്യും. അപ്പം എക്സ് ഡിവൈഡ്സ് വൈ ആണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന ഓർഡർ പെയർ ആറിൽ വരും. എക്സ് ഡിവൈഡ്സ് വൈ ആണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന എലിമെൻറ്റ് ആറിൽ വരും. അപ്പം എ വരണമെങ്കിൽ എന്താ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? എ ഡിവൈഡ്സ് എ ആയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം, എ ഡിവൈഡ്സ് എ ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. ഒരു എലിമെൻറ്റ് അതിനെ തന്നെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് അത് എന്ന് പറയുന്ന റിലേഷൻ ഓർഡർ പെയർ റിലേഷൻ ഉണ്ടാവും ഏത് എലിമെൻറ്റ് എടുത്താലും. അപ്പം ഇങ്ങനെ നമുക്ക് റിഫ്ലെക്സീവ് ആണ് എന്ന് പറഞ്ഞു വയ്ക്കാനായിട്ട് പറ്റും. ഇനി സിമെട്രിക് ആവണമെങ്കിൽ എന്താ? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. നമ്മൾ സപ്പോസ് ചെയ്യാണ് എ ബി ആറിലുണ്ട്,
എ ബി ആറിലുണ്ടെങ്കിൽ നമുക്ക് എന്താ അറിയാവുന്നത്? എ ബി ആറിലുണ്ടെങ്കിൽ ബിനെ എ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എ ഡിവൈഡ്സ് ബി എന്ന് എഴുതാൻ പറ്റണം. എ ബി ആറിലുണ്ടെങ്കിൽ എ ഡിവൈഡ്സ് ബി എന്ന് എഴുതാൻ പറ്റണം. എ ഡിവൈഡ്സ് ബി ആണ് എന്ന് പറഞ്ഞ് എ ഡിവൈഡ്സ് ബി ആണ് എന്ന് പറഞ്ഞ് ബി ഡിവൈഡ്സ് എ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് എ ബിനെ ഡിവൈഡ് ചെയ്യും എന്നും പറഞ്ഞ് ബി എനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഡിവൈഡ്സ് ബി ഡസ് നോട്ട് ഇംപ്ലൈസ് ബി ഡിവൈഡ്സ് എ. അതായത് 3 6നെ ഡിവൈഡ് ചെയ്യും, പക്ഷേ 6 3നെ ഡിവൈഡ് ചെയ്യണം എന്നുണ്ടോ? ഇല്ല. അപ്പോൾ എ ഡിവൈഡ്സ് ബി ആണ്, പക്ഷേ ബി ഡസ് നോട്ട് ഡിവൈഡ്സ് എ. therefore ബി എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു എ. നമ്മൾ എലമെൻറ്റ്സ് വെച്ച് ചെയ്തപ്പോഴും സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോട്ട് സിമെട്രിക് എന്ന് ഇങ്ങനെ ആലോചിച്ച് പറയാൻ പറ്റും. മൂന്നാമത്തത് ട്രാൻസിറ്റീവ്. എന്ത് ട്രാൻസിറ്റീവ്? എ ബി ആറിൻ്റെ അകത്തുണ്ട്, ബി സി ആറിൻ്റെ അകത്തുണ്ട് എങ്കിൽ എ സി ആറിൻ്റെ അകത്തുണ്ട് എന്ന് നമുക്ക് കാണിക്കണം. അപ്പോൾ എ ബി ആറിൻ്റെ അകത്തുണ്ട്, ബി സിയും ആറിൻ്റെ അകത്തുണ്ട് എന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എ ബി ആറിൻ്റെ അകത്തുണ്ടെങ്കിൽ എ ഡിവൈഡ്സ് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ബി സി ആറിൻ്റെ അകത്തുണ്ടെങ്കിൽ ബി ഡിവൈഡ്സ് സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി എ എന്ന് പറയുന്ന എലമെൻറ്റ് ബിനെ ഡിവൈഡ് ചെയ്യും, ആ ബി എന്ന് പറയുന്ന എലമെൻറ്റ് സിനെ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ സിനെ ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാമല്ലോ. അത് അരിത്മെറ്റിക് ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ബിനെ ഡിവൈഡ് ചെയ്യും, ബി സിനെ ഡിവൈഡ് ചെയ്യും. ഏറ്റവും വലിയാണ് സി. അപ്പം എ സിനെ ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എ ഡിവൈഡ് സി. എ ഡിവൈഡ് സി ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ സി ആറിൻ്റെ അകത്തുണ്ട് എന്ന് എഴുതാൻ പറ്റും. therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. പക്ഷേ സിമെട്രിക് അല്ലാത്തതുകൊണ്ട് ഇക്വലൻസ് റിലേഷൻ അല്ല. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഇത് കൂട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നത്. ഇവിടെ ഒന്നുകൂടെ നോക്കാം. y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് വെച്ചാൽ എക്സ് ഡിവൈഡ്സ് വൈ എന്നാണ്. y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് വെച്ചാൽ വൈനെ എക്സ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എക്സ് വൈനെ ഡിവൈഡ് ചെയ്യും, അല്ലെ വൈനെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. y ഈസ് ഡിവിസിബിൾ ബൈ എക്സ്, y ഈസ് ഡിവിസിബിൾ ബൈ എക്സ് എന്ന് വെച്ചാൽ വൈനെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം എക്സ് ഡിവൈഡ്സ് വൈ, എക്സ് ഡിവൈഡ്സ് വൈ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ഡിവൈഡ്സ് എ തന്നെയാണ്. therefore എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ. therefore ആർ ഈസ് റിഫ്ലെക്സീവ്. ഇനി എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടെന്ന് കാണിക്കണം. എ ബി ആറിൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് എ ഡിവൈഡ്സ് ബി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ എ ഡിവൈഡ്സ് ബി ആണെന്ന് പറഞ്ഞുകൊണ്ട് ബി ഡിവൈഡ്സ് എ ആവണമെന്ന് നിർബന്ധമില്ല. therefore ബി എ ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു എ. therefore ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇനി എ ബിയും ആറിൻ്റെ അകത്തുണ്ട്, ബി സിയും ആറിൻ്റെ അകത്തുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എ സി ആറിൻ്റെ അകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എ ബി ആറിൻ്റെ അകത്തുണ്ട്, ബി സിയും ആറിൻ്റെ അകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഡിവൈഡ്സ് ബി എന്നും ബി ഡിവൈഡ് സി എന്നും നമുക്ക് പറയാൻ പറ്റും. അത് വെച്ചുകൊണ്ട് എ ഡിവൈഡ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. എ ഡിവൈഡ് സി ആയതുകൊണ്ട് എ സി ആറിൻ്റെ അകത്തുണ്ട് എന്ന് പറയാൻ പറ്റും. therefore ആർ ഈസ് ട്രാൻസിറ്റീവ്. ഇവിടെ സിമെട്രിക് അല്ലാത്തതുകൊണ്ട് ഇക്വലൻസ് റിലേഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ മറ്റൊരു പ്രോബ്ലമാണ്. മറ്റൊരു പ്രോബ്ലമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സെറ്റ് ഇസഡ് ആണ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. നേരത്തെ പറഞ്ഞു ഇൻഫൈനൈറ്റ് സെറ്റും റിലേഷനും ആണെങ്കിൽ നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റിന് ഈ റിലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഓർഡർ വൈസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് പാടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആൻസർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
മുമ്പത്തെ ക്വസ്റ്റ്യൻ്റെ ഓറിന് പറയത്തില്ലേ, അതുപോലെ നമ്മൾ ചെക്ക് ചെയ്ത് പോവാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇസഡ് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഏത് സെറ്റാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന സെറ്റിലാണ് റിലേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റിജേഴ്സിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ നമ്പർ ലൈനിൽ നോക്കിയാൽ മതി. നെഗറ്റീവ് നമ്പേഴ്സ് വരും. -3, -2, -1, 0, അതുപോലെ 1, 2, 3 ഇങ്ങനെയുള്ള നമ്പേഴ്സിനാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് നമ്പേഴ്സും 0യും 1, 2, 3 കൂടുന്ന ആൾക്കാരാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ്റെ ഓർഡർ പെയർസ് വരും. എങ്ങനത്തെ ഓർഡർ പെയർസാണ് വരുന്നത്? x - y ഇസ് എ ഇൻറ്റിജർ. അതായത് x - y ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അതിന് ഈ ഇൻറ്റിജറായിട്ട് ബന്ധമൊന്നുമില്ല. ഈ എക്സും വൈകളും ഇൻറ്റിജേഴ്സിൽ നിന്നാണ് വരുന്നത്. കണ്ടീഷൻ എന്താ? x - y ഇൻറ്റിജർ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ റിലേഷനകത്ത് വരും. അപ്പോൾ നമുക്ക് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താ? ഇസഡിൽ നിന്ന് ആരെ എടുത്താലും അത് എന്നുള്ള ആൾ റിലേഷനിലുണ്ടെങ്കിൽ റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് സംഭവിക്കുമോ? നമുക്ക് നോക്കാം. എക്സ് റിലേഷനിൽ വരണമെന്നുണ്ടെങ്കിൽ x - x ഇൻറ്റിജർ ആവണം. അപ്പോൾ x - xകൾ എപ്പോഴും 0 ആണ്. ഒരു നമ്പറിൽ നിന്ന് അത് കുറച്ച് എപ്പോഴും 0 ആണ്. 0 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. അപ്പം x - xകൾ എപ്പോഴും ഒരു ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് xകൾ എന്ന് പറയുന്നത് റിലേഷനകത്ത് വരും. therefore r is reflexive. ഇനി സിമെട്രിക് ആണെന്ന് കാണിക്കാൻ xy ആറിൻ്റെ അകത്തുണ്ട് എങ്കിൽ yx ആറിൻ്റെ അകത്തുണ്ട് എന്ന് കാണിച്ചാൽ മതി. ഫോർ ഓൾ x, y ബിലോങ്സ് ടു നമ്മുടെ സെറ്റ്. ഇനി xy ആറിൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? x - y ഒരു ഇൻറ്റിജർ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ y - x ഇൻറ്റിജർ ആണെന്ന് നമുക്ക് പറയാമല്ലോ. നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തണം. ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ ഇത് അസ്യൂം ചെയ്താൽ റിലേഷൻ ഇതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ xy ആറിൻ്റെ അകത്തുണ്ടെങ്കിൽ x - y ഇൻറ്റിജർ ആണെന്നറിയാം. x - y ഇൻറ്റിജർ ആണെങ്കിൽ y - x ഇൻറ്റിജർ ആയിരിക്കും. കാരണം x - yയുടെയും y - xൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഡിഫറൻസ് ആയിരിക്കും. നമ്മൾ പറയത്തില്ലേ 3 - 2 1 ആണെങ്കിൽ 2 - 3 എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പോൾ 3 - 2ൻ്റെയും 2 - 3യുടെയും കൂടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവിൻ്റെ വ്യത്യാസം വരുള്ളൂ. ആൻസേഴ്സ് എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ x - y എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. y - x ഇൻറ്റിജർ ആണ്. y - x ഇൻറ്റിജർ ആണെങ്കിൽ yx എന്ന് പറയുന്നത് റിലേഷനകത്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. For all x, y belongs to Z. Therefore r is symmetric. ഇവിടെ r സിമെട്രിക് ആണെങ്കിൽ കിട്ടി. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കാൻ നമ്മൾ സപ്പോസ് ചെയ്യാണ് xy ആറിൻ്റെ അകത്തുണ്ട്, yz ആറിൻ്റെ അകത്തുണ്ട്. xyയും ആറിൻ്റെ അകത്തുണ്ട്, yzഉം ആറിൻ്റെ അകത്തുണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? x - y ഇൻറ്റിജർ ആണെന്നും y - z ഇൻറ്റിജർ ആണ് എന്നും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് എന്തിലേക്ക് വരണം? xz റിലേഷനിൽ ഉണ്ട് എന്ന് കാണിക്കണം. അപ്പോൾ ഇതിലേക്ക് x - z ഇൻറ്റിജർ ആണ് എന്നുള്ളതിലേക്ക് വരണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് xy ആറിൻ്റെ അകത്തുണ്ട്, yz ആറിൻ്റെ അകത്തുണ്ട് എങ്കിൽ x - y ഇൻറ്റിജർ ആണെന്നും y - z ഇൻറ്റിജർ ആണെന്നും നമുക്കറിയാം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താലേ കിട്ടുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. രണ്ട് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്താലേ കിട്ടുന്നത് ഒരു ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇനി ഇവിടെ -yയും yയും കൂടെ കട്ടായി പോകുമ്പോൾ x - z എന്നാവും. അപ്പോൾ x - z ഈസ് ആൻ ഇൻറ്റിജർ എന്ന് കിട്ടും. x - z ഇൻറ്റിജർ ആണെങ്കിൽ xz എന്ന് പറയുന്നത് റിലേഷനകത്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ xyയും yzഉം ഉണ്ട് എങ്കിൽ xz റിലേഷനകത്തുണ്ട് എന്ന് പറയാൻ പറ്റും. therefore r is transitive. ഇവിടെ ഇത് റിഫ്ലെക്സീവ് ആയിരുന്നു, സിമെട്രിക് ആണ്, അതുപോലെ ട്രാൻസിറ്റീവ് ആണ്. therefore r is an equivalence relation. ഒന്നുകൂടെ പറയാം. xy എന്ന് പറയുന്ന ഒരു ഓർഡർ പെയർ റിലേഷനകത്ത് ഉണ്ടാവണമെങ്കിൽ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താ? ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കണം. അപ്പോൾ XX എന്നുള്ള രീതിയിലുള്ള എലിമെൻറ്റ്സ് റിലേഷനകത്ത് ഉണ്ട്. അവരുടെ ഡിഫറൻസ് എപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്. ഇനി XY ആറിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരുടെ ഡിഫറൻസ് ഒരു ഇൻറ്റിജർ ആയിരിക്കും. തിരിച്ചിട്ടാൽ കിട്ടുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പം തിരിച്ചിട്ട് വരുന്ന എലിമെൻറ്റ് റിലേഷനിലുണ്ടാവും. അപ്പോൾ സിമെട്രിക് ആണ്. ഇനി xyയും yzഉം ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ x - yയും y - zഉം ഇൻറ്റിജർ ആയിരിക്കും.
അത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ് മൈനസ് ഇസഡ്, അതൊരു ഇൻറ്റിജറാണ്. അതുകൊണ്ട് എക്സ് ഇസഡ് ആറിനകത്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. therefore R is transitive. therefore R is an equivalence relation. ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇവിടെ ആറാണ് പറഞ്ഞിരിക്കുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇതും ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇൻഫൈനൈറ്റ് സെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ രീതിയിലായിരിക്കും പ്രൂവ് ചെയ്യേണ്ടത്. റിലേഷൻ പറഞ്ഞിരിക്കുന്നത് ഓർഡർ പെയർ എ ബി ആരൊക്കെ വരുന്നത്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ബി എന്ന് പറയുന്നത് റിലേഷനിൽ വരും. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള രീതിയിലുള്ള ഓർഡർ പെയർസ് ആണ് റിലേഷനിൽ വരുന്നത്. അപ്പം 1 2 റിലേഷനിൽ വരും, കാരണം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അപ്പം എ ഈസ് ഈക്വൽ ടു ബി എന്നുള്ള ഓപ്ഷനും ഉണ്ട്. എ ഈസ് ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ എയും ബിയും സെയിം ആവുക. എയും ബിയും സെയിം ആവുക എന്ന് വെച്ചാൽ ആറിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും എയും ബിയും സെയിം ആവുന്ന രീതിയിലുള്ള എലമെൻറ്റ്സ് ഇതിനകത്ത് വരും. അതായത് 1 1 2 2 3 3 4 4 0 0 -1 -1. ഇനി ഹാഫ് ആറിൻ്റെ അകത്ത് ഫ്രാക്ഷൻസും ഉണ്ട്. ഹാഫ് മൈനസ് ഹാഫ് ഈ രീതിയിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഇതിനകത്ത് വരും. പക്ഷെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് എന്ത് എഴുതാം, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും എപ്പോഴും. അതുകൊണ്ട് എ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവും. ഫോർ ഓൾ എ ബിലോങ്സ് ടു ആർ. ഇത് റിയൽ നമ്പർ ആറാണ്. റിയൽ നമ്പറിൽ ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡർ പെയർ നമ്മുടെ റിലേഷനിൽ കാണും. കാരണം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ് എപ്പോഴും. therefore R is reflexive. ഇനിയും ഇത് സിമെട്രിക് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. എ ബി റിലേഷനകത്തുണ്ട് എന്ന് നമുക്ക് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബി എ ആറിനകത്തുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നിർബന്ധിച്ച് അതിനെ കൊണ്ടിടാൻ പറ്റിയില്ല, അതുണ്ടോ എന്ന് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ എ ബി റിലേഷനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് ബൈ ഡെഫിനിഷൻ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് എന്ന് പറയുന്നത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്ന് നിർബന്ധമില്ല. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ 1 2 റിലേഷനകത്തുണ്ട്. അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ശരിയല്ല. therefore 2 1 എന്ന് പറയുന്നത് ആറിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ 1 2 തിരിച്ചിരുന്നത് 2 അതിനകത്ത് ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എ ബി ആറിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതാം. പക്ഷേ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ബി എ ആറിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ആർ. therefore R is not a symmetric. അടുത്തത് ട്രാൻസിറ്റീവ്. എ ബിയും ബി സിയും ആറിനകത്തുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ സി ആറിനകത്തുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എ ബിയും ബി സിയും ആറിനകത്തുണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നും ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നും നമുക്ക് എഴുതാൻ പറ്റും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നും ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എ ലെസ് ദാൻ ബി ആണ്, എ ബിനെക്കാട്ടിലും ചെറുതാണ്. ബി ലെസ് ദാൻ സി ആണ്, ബി സിനെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ എ സിനെക്കാട്ടിലും ചെറുതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് എഴുതാം. അതുകൊണ്ട് എ സി ബിലോങ്സ് ടു ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു ആർ. therefore R is not transitive. നിങ്ങൾ നമ്പേഴ്സ് വെച്ച് ഇമാജിൻ ചെയ്താൽ മതി. ഇതിനകത്തൊരു നമ്പർ ഓർഡർ പെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത ഫസ്റ്റ് കമ്പോണൻറ്റ് സെക്കൻഡ് കമ്പോണൻറ്റിനെക്കാളും ചെറുതായിരിക്കും. ഇനി ഈ എലമെൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ സെക്കൻഡ് കമ്പോണൻറ്റ് ഇവിടുത്തെ ഫസ്റ്റ് കമ്പോണൻറ്റ് ഇവിടുത്തെ സെക്കൻഡ് കമ്പോണൻറ്റിനെക്കാളും ചെറുതായിരിക്കും. ഇതിനെക്കാട്ടിലും ഇത് ചെറുതാണ്. ഇതിനെക്കാട്ടിലും ചെറുതാണെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ആൾ സി ആണ്, ഏറ്റവും ചെറിയ ആൾ എ ആണ്. അപ്പം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ട്രൂ ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. therefore R is not transitive. therefore R is not an equivalence relation. എ ബിനെക്കാട്ടിലും ചെറുതാണ്, അപ്പോൾ എ ആണ് ചെറുത്. ബി സിനെക്കാട്ടിലും ചെറുതാണ്, അപ്പോൾ ബി ആണ് ചെറുത്. അപ്പം എ ആണ് എല്ലാവരെക്കാട്ടിലും ചെറുത്. എ ലെസ് ദാൻ സി ആണ്. അപ്പം എ ലെസ് ദാൻ ഈക്വൽ ടു സി എന്ന് എഴുതാം. എ സി ബിലോങ്സ് ടു ആർ. ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു ആർ. ഹിയർ ആർ ഈസ് ട്രാൻസിറ്റീവ്. ഇവിടെ റിലേഷൻ ആയിട്ട് ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ലാത്തത് കൊണ്ട് ഇക്വലൻസ് റിലേഷൻ അല്ല എന്ന് നമുക്ക്
പറയാൻ പറ്റും. താഴെ പ്രൂഫ്.